ബ്ലൂ ഐയിൽ വന്നിരിക്കുകയാണ് നമ്മൾ. രണ്ട് കാര്യമാണ്. നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാണാം, ലേറ്റ് ആയി വന്നാൽ വെളിച്ചം അടിച്ചിട്ട് നല്ല നീല നിറങ്ങാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് അൽബേനിയയിലെ ഒരു ബീച്ചിലേക്ക് കേട്ടോ. ഇത് സറണ്ടേ എന്ന് പറഞ്ഞ സ്ഥലത്തെ ബീച്ചാണ്. നമ്മുടെ ഫസ്റ്റ് യൂറോപ്യൻ ബീച്ച് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ബ്ലൂ ഐ ഒരു സ്കാമാണോന്ന് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര സംശയമുണ്ട്. കാരണം ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂലൊക്കെ 20 മിനിറ്റ്സ് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയി നടക്കുന്നു. അതും ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട നല്ല നടപ്പാതയിലൂടെ. നമ്മൾ പക്ഷെ ഒന്നും കാണുന്നില്ല, ഒന്നുമേ ഇല്ല. ഇനി ഞങ്ങളിപ്പോൾ പെട്ട് കഴിഞ്ഞാൽ ഈ വ്ളോഗ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ പെടണോ വേണ്ടിയോ. ഒന്നിക്കും നമ്മൾ ഇറങ്ങിയ സ്ഥലം മാറിപ്പോയി, അല്ലെങ്കിൽ ഇവിടെ സാധനമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ കാണുന്നുണ്ട്. ഓക്കെ എവറിബഡി, ഇറ്റ്സ് നോട്ട് എ സ്കാമല്ല. നമ്മളൊരു വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ചുറ്റിനും റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അങ്ങനെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലം കാണുമ്പോൾ തോന്നില്ലേ, മനുഷ്യന്മാർ അധികം ഇടപെടാത്തൊരു സ്ഥലമല്ലേ. അങ്ങനെയല്ല, ചുറ്റിനും റെസ്റ്റോറൻറ്റ്സ് ആണ്, കഫേസ്. ഫോട്ടോസിൽ നമ്മൾ അങ്ങനെയൊന്നും കാണാറില്ല. ബട്ട് ലുക്ക് അറ്റ് ദിസ്. നല്ല നീലയാ. ഇടയ്ക്ക് ഇങ്ങനെ റിപ്പിൾസ് വരും, അതായത് കുമിളകൾ വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവാത്ത പോലെ. ഒരിക്കൽ വന്ന പോലെയല്ല പിന്നെ വരുന്നത്. എന്താണെന്നൊന്ന് കാണായിരുന്നു ഒരു ഫീലിംഗ് വരിക. ജസ്റ്റ് പോസ്. ഈ ഏരിയയിൽ മൊത്തം ലൈം സ്റ്റോൺസ് ആണ്, അതുകൊണ്ട് റെയിൻ വാട്ടർ നന്നായിട്ട് അരിച്ചിറങ്ങും. എന്നിട്ട് താഴെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു വേർട്ടിക്കൽ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പണിങ്ങിലൂടെ വെള്ളം പമ്പ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ കുമിളകൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ അടിയിൽ നല്ല പ്രഷറാണ്. അതുകൊണ്ടാണ് ഡൈവേഴ്സിന് 50 മീറ്ററിൽ താഴെ പോകാൻ പറ്റാത്തത്. ഒരു മാക്സിമം പോയിട്ടുള്ളത് ഒരു 50 മീറ്റർ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത്ത് അതിനൊക്കെ കൂടുതലാണെന്ന് ഉറപ്പാണ്. എത്രയാണെന്ന് ഇപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല ഫോഴ്സിലാണ് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു നീല കണ്ണുള്ള ആൾക്കാരുടെ കണ്ണിലേക്ക് നോക്കുമ്പം ആദ്യം നീല കണ്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു പർപ്പിൾ നിറാവില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നീല, പക്ഷേ താഴേക്ക് നോക്കുന്തോറും അതിങ്ങനെ പർപ്പിളായി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളും നമുക്ക് മാത്രമായി ബ്ലൂ ഐയും. ഇത് ഞങ്ങളൊരു തിങ്ങാക്കിയിട്ടുണ്ട് ഈ ട്രിപ്പിൽ. എല്ലായിടത്തും നേരത്തെ പോവാ, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് പോവാ, അല്ലെങ്കിൽ അവിടെ താമസിക്കുക, അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കുക. രണ്ട് കാര്യമാണ്. നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാണാം, ലേറ്റ് ആയി വന്നാൽ വെളിച്ചം അടിച്ചിട്ട് നല്ല നീല നിറങ്ങാണ്. ലേറ്റ് ആകുമ്പോ വന്ന ഇതാട്ടോ അവസ്ഥ. നിറയെ ആൾക്കാർ. നമ്മളൊരു 8 മണി 9 മണി ആകുമ്പോ എത്തുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ ഐ ഓഫ് തേത്തിൽ
ബ്ലൂ ഐനേക്കാളും എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തത് ഈ ഡ്രാഗൺ ഫ്ലൈസ് ആണ്. ഈ ബ്ലൂ കളർ ഡ്രാഗൺ ഫ്ലൈസ്. ബ്ലൂ എന്ന് പറയുന്നത് നേച്ചറിൽ അധികം കണ്ടുവരാത്തൊരു നിറമാണല്ലോ. വളരെ റെയറായിട്ട് ഈ ആനിമൽ സ്പീഷീസിലും ഇപ്പോൾ ആൾക്കാരുടെ കണ്ണിനാണെങ്കിലൊക്കെ ബ്ലൂ കളർ ഉണ്ടാകുന്നത്. അത് ഭയങ്കര റെയറസ്റ്റ് ഓഫ് ദ റെയർ കളറാണ് നേച്ചറിൽ. അപ്പം അങ്ങനെ അത്രയും റെയറായിട്ടുള്ള ഒരു കളറ് ഇവിടെ അത്രയും അബണ്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഇത്രയധികം ബ്ലൂ കളർ ഡ്രാഗൺ ഫ്ലൈസ് നമുക്ക് ചുറ്റും ഇങ്ങനെ പാറി പറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കളറ് കറക്റ്റായിട്ട് റിവീൽ ആവുക അവർ കറക്റ്റ് ലൈറ്റിലൂടെ സൺലൈറ്റ് അതിൻ്റെ മുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്. അല്ലാത്തപ്പോൾ നമുക്ക് കുറച്ചത് ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നാം, പക്ഷേ അവർ പറക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും എവിഡൻ്റ് ആയിട്ട് കാണാമായിരുന്നു. ബ്ലൂ ഐയിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റം ടിക്ടോക്ക്. ആ സ്ഥലമല്ലേ, ആ പീഡിയ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചാർജിങ് സ്റ്റേഷൻ പോലത്തെ സാധനം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം നല്ലതാണ്. അങ്ങനെ നമ്മൾ തേത്തിൽ ആകെ ബഹളമായിപ്പോയി. അപ്പം ആൾക്കാർ ബഹളവും വണ്ടിയും നമ്മൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം പ്രോ ടിപ്പ്, നേരത്തെ എത്തുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവിടെ ആരും ഇല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. നമ്മൾ ഇട്ട സ്ഥലം മാറിപ്പോയെന്ന് വരെ നമുക്ക് തോന്നി. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ലതായിരുന്നു. ഇനി നമ്മള് തേത്ത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു നീല, പിന്നെ അവിടെ നിന്ന് കുമ്പളങ്ങൾ വന്നപ്പോൾ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടു. പിന്നെ അത് വെയിലും കൂടെ അടിച്ച് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഫ്ലാറ്റ്. അടിപൊളിയായിരുന്നു. ഇനി നമ്മളപ്പം തേത്തുന്ന അടുത്ത സ്ഥലത്തേക്ക് പിടിക്കട്ടെ കേട്ടോ. ഇവിടെ സൈഡിൽ കണ്ടോ വെള്ളം, അത് വരെ നീല. നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് അൽബേനിയയിലെ ഒരു ബീച്ചിലേക്ക് കേട്ടോ. ഇത് സറണ്ടേ എന്ന് പറഞ്ഞ സ്ഥലത്തെ ബീച്ചാണ്. നമ്മുടെ ഫസ്റ്റ് യൂറോപ്യൻ ബീച്ച് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് അൽബേനിയയിലെ ബീച്ച്? അടിപൊളി. അടുത്തേക്ക് വാ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്ന് ഞാൻ രാവിലെ ഇറ്റലിയിൽ ഒരു പെബിൾ ബീച്ച് കണ്ടിട്ട് ഒരു പെബിൾ ബീച്ചിൽ പോകണമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
ബീച്ച് നമ്മൾ വിചാരിച്ച പോലെ യാതൊരു സുഖമില്ല. കാല് വേദനയായിട്ട് ഞാനിവിടെ ഷൂസ് ഇട്ട് നടക്കുക. അത് ഫുൾ പേപ്പിൾസ് അല്ലേ? അവൻ ഞാൻ വിചാരിച്ചു പേപ്പിൾ ബീച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. പക്ഷെ ഭയങ്കര വേദനയാണ് കാല്. ചവിട്ടുമ്പോഴത്തേക്കും അങ്ങോട്ട് വേദന. അത് മാത്രമല്ല, വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിലാണല്ലോ, ഈ തിര വന്ന് അടിച്ചിട്ട് തിര തിരിച്ചു പോകുന്ന സമയത്ത് ആ കല്ലുകളൊക്കെ കൂടെ നമ്മുടെ കാലിൽ വന്ന് അടിക്കും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ താഴ്ന്ന് അതിലൊരു ട്രിക്ക് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ അതിൽ കുറേ നേരം നിന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. Wow. So dreamy. അങ്ങനെ നമ്മൾ ഈ അടിപൊളി സൺസെറ്റും കണ്ട് നമ്മൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയും കേട്ടോ.